ഒറ്റ ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന, താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സംഘടന എന്താണ്, അവരുടെ പ്രസക്തി എന്താണ്? നിങ്ങള് ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തിയില്ല. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങൾ ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും അറിഞ്ഞു. നിങ്ങൾക്ക് അല്ല പറയണേക്കോ, നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അത് കേൾക്കില്ല, അത് കേൾക്കില്ല, നിങ്ങളത് കേൾക്കൂ. അല്ലല്ല അങ്ങനെ സംസാരിക്കരുത്. ഇത് അല്ലല്ല, ഇത് കേൾക്കൂ. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, നിങ്ങളിത് കേൾക്കൂ. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, സിനിമ ഒന്ന് പറഞ്ഞു, സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ. ഞങ്ങൾ മാറ്റിയതല്ലോ. അഭിനേതാക്കളുടെ അവകാശങ്ങളും സംരക്ഷിക്കാൻ കഴിയില്ലെങ്കിൽ അമ്മയുടെ പ്രസക്തി എന്താണ്? അതല്ല, അമ്മയുടെ പ്രസക്തി എന്താണ് അമ്മയുടെ അംഗങ്ങൾക്കറിയാം. അമ്മയുടെ അംഗങ്ങളോട് അമ്മയുടെ അംഗങ്ങളോട് ചോദിച്ചു ആ പരാതികൾ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലല്ല, ആരോടാ ചോദിച്ചെന്ന് അറിയാവുന്ന അദ്ദേഹത്തിനോട് ചോദിച്ചത്. അമ്മയുടെ പ്രസക്തി എന്താണ്? നമുക്കറിയില്ലല്ലോ ആരോടാ ചോദിച്ചത്. അമ്മയുടെ പ്രസക്തി എന്താണ്? പിന്നെ ഏതാ അമ്മയുടെ പ്രസക്തി പറഞ്ഞേ. അല്ല, ചോദ്യം, അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി വന്നപ്പോഴാണ് നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അംഗങ്ങളായാലും അല്ലെങ്കിൽ സമാനമായ ഒരു പരാതി ചെയ്തില്ല. പിന്നെ എത്രയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ സുഹൃത്തെ. ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്ന പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല. ഇല്ലല്ലോ, ഒറ്റ പരാതി. അത് അബദ്ധം പറ്റിയതായിരിക്കും. അതെന്ത്, എങ്ങനെ അബദ്ധം? ആർക്കബദ്ധം പറ്റിയതായിരിക്കാനാണ് പറയുന്നത്.